ചരിത്രം അതൊരു വലിയ കടലാണ്. തിരമാലകൾ കരയെ പുണരുകയും പിൻവാങ്ങുകയും ചെയ്യുന്നത് പോലെ കാലം സാമ്രാജ്യങ്ങളെ സൃഷ്ടിക്കുകയും പിന്നീട് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ മലയാള മണ്ണ്, കേരളം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെയൊന്നുമായിരുന്നില്ല. ഇന്നത്തെ കേരളവും തമിഴ്നാടിൻ്റെ സേലം, ഈറോഡ്, കോയമ്പത്തൂർ ജില്ലകളും കർണാടകയുടെ കുടക് ഭാഗവും ചേർന്ന ഒരു വിശാലമായ ഭൂപ്രദേശം. മലനാട് അല്ലെങ്കിൽ കുട്ടനാട്, അതായിരുന്നു ചേര സാമ്രാജ്യം. വടക്ക് കൊടക് മുതൽ തെക്ക് കന്യാകുമാരി വരെ, കിഴക്ക് പഴനി മലനിരകൾ മുതൽ പടിഞ്ഞാറ് അറേബ്യൻ സാഗരം വരെ വില്ലും അമ്പും കൊടിയടയാളമാക്കിയ വില്ലവരുടെ നാട്. ഈ സാമ്രാജ്യത്തെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഒന്ന്, ക്രിസ്തുവിന് മുൻപുള്ള സംഘകാല ചേരന്മാർ. രണ്ട്, 9-ാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത കുലശേഖരന്മാർ അഥവാ രണ്ടാം ചേര സാമ്രാജ്യം. നമുക്ക് ആ രസകരമായ കഥകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എല്ലാവർക്കും രസകരമായ കഥകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംഘകാലം തമിഴകത്തിൻ്റെ വസന്തകാലമാണ്. അന്ന് ചേരന്മാരുടെ തലസ്ഥാനം വഞ്ചി എന്ന സ്ഥലമായിരുന്നു. അത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആണോ അതോ തമിഴ്നാട്ടിലെ കരൂർ ആണോ എന്ന തർക്കം പണ്ഡിതന്മാർക്കിടയിൽ ഇന്നും അവസാനിച്ചിട്ടില്ല. ആ രാജവംശത്തിലെ, ആ വംശാവലിയിലെ ആദ്യത്തെ പേര് ഉദിയൻ ചേരലാതൻ എന്നാണ്. അദ്ദേഹം വെറുമൊരു രാജാവല്ല, ഒരു ഐതിഹ്യം. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ പാണ്ഡവർക്കും കൗരവർക്കും വയറു നിറയെ അന്നം കൊടുത്ത രാജാവ് എന്ന അർത്ഥത്തിൽ പെരുഞ്ചോറ്റുതിയൻ എന്ന് കവികൾ അദ്ദേഹത്തെ വാഴ്ത്തി. കുരുക്ഷേത്ര യുദ്ധം ഈ മണ്ണിൽ നടന്നില്ലെങ്കിലും അന്നദാനത്തിലൂടെ ധർമ്മത്തെ സംരക്ഷിച്ച മഹാനായ വ്യക്തിയായാണ് ഇതിഹാസ കാവ്യമായ മഹാഭാരതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇമയവരമ്പൻ നെടുഞ്ചേരലാതൻ. പേര് ശ്രദ്ധിക്കണം. ഇമയവരമ്പൻ, ഹിമാലയം അതിർത്തിയായി നിശ്ചയിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വടക്കോട്ട് പട നയിച്ച് യവനന്മാരെ പോലും തടവിലാക്കി അവരുടെ കൈകൾ പിന്നിൽ കെട്ടി നയിച്ച വീരനായിരുന്നു അദ്ദേഹം. കടൽ കൊള്ളക്കാരെ അടിച്ചൊതുക്കി അറബിക്കടലിൻ്റെ അധിപനായി മാറിയ മഹാനായ ഇമയവരമ്പൻ നെടുഞ്ചേരലാതൻ എന്ന മഹാരാജാവ് നമ്മുടെ ഈ മണ്ണിലാണ് ജീവിച്ചിരുന്നത്. പിന്നീട് വരുന്നു പൽയാനൈ ചെൽക്കിഴുക്കൂട്ടുവൻ. ആനപ്പടയുടെ കരുത്തുകൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്തവൻ. ഉമ്പർക്കാട് എന്ന വനപ്രദേശം പിടിച്ചടക്കി ചേരനാടിൻ്റെ വിസ്തൃതി കൂട്ടിയ മഹാപോരാളി. പക്ഷേ ചേരവംശത്തിൻ്റെ സൂര്യ തേജസ് ഇവരൊന്നുമല്ല. അത് ചേരൻ ചെങ്കുട്ടവൻ ആണ്, ചിലപ്പതികാരത്തിലെ നായകൻ. കടൽ പിറകോട്ടിയവൻ. തൻ്റെ നാട്ടിലെ പതിവ്രതയായ കണ്ണകിക്ക് ക്ഷേത്രം പണിയാൻ ഹിമാലയത്തിൽ നിന്ന് കല്ലുകൊണ്ടുവന്നവൻ. ഉത്തര ഭാരതത്തിലെ കനക വിജയന്മാരെ തോൽപ്പിച്ച് ആ കല്ല് അവരുടെ തലയിൽ ചുമപ്പിച്ചു കൊണ്ടുവന്ന ചെങ്കുട്ടുവന്റെ കഥ തമിഴകത്തിൻ്റെ വീരഗാഥയാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് മുച്ചിരി എന്ന തുറമുഖ നഗരം ലോകത്തിൻ്റെ നെറുകയിലെത്തിയത്. റോമക്കാർ പൊന്നും കൊണ്ട് വന്ന് കുരുമുളകുമായി മടങ്ങിയ ആ സുവർണകാലം. അവസാനമായി പെരുഞ്ചേരൽ ഇരുമ്പോറൈ, വില്ലും വാളും മാത്രമല്ല തൂലികയും വഴങ്ങുമെന്ന് കാണിച്ച രാജാവായിരുന്നു അദ്ദേഹം. തകടൂർ എന്ന കോട്ട പിടിച്ചടക്കി തകടൂർ എന്തിറ പെരുഞ്ചേരൻ ഇരുമ്പൊറൈ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ചേര നാണയങ്ങൾ വ്യാപകമായി
അടിച്ചിറക്കിയത്. അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനം കേരളത്തിൻ്റെ മണ്ണിൽ, മലയാള മണ്ണിൽ കൊണ്ടുവന്നത് ആദ്യകാല ചേര രാജാക്കന്മാരായിരുന്നു. വ്യവസ്ഥാപിതമായ ഭരണശൈലിയും നാണയ സംവിധാനവും മലയാളിക്ക് പരിചയപ്പെടുത്തിയതും ഇവർ തന്നെ. വ്യാപാരത്തിലൂടെ സ്വർണം ഈ മണ്ണിലേക്ക് ഒഴുകിയതും മുസിരിസ് എന്ന കൊടുങ്ങല്ലൂര് ലോക വ്യാപാര ഭൂപടത്തിൽ തന്നെ പ്രധാന ആകർഷണ കേന്ദ്രമായതും ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ. കാലചക്രം തിരിഞ്ഞു. ക്രിസ്തുവർഷം 800 ഇരുട്ട് മാറി വെളിച്ചം വന്നു. മഹോദയപുരം ഇന്നത്തെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖര സാമ്രാജ്യം ഉദയം ചെയ്തു. ഇന്നത്തെ കേരളം അതിൻ്റെ സാംസ്കാരിക അസ്തിത്വം കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണ്. സ്ഥാപകൻ കുലശേഖര ആഴ്വാർ ആണ്. ഒരു കൈയിൽ വാളും മറുകൈയിൽ വിഷ്ണുഭക്തിയുമായി വന്ന രാജാവ്, വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നായകൻ, പെരുമാൾ തിരുമൊഴി, മുകുന്ദമാല എന്നീ കൃതികളിലൂടെ അദ്ദേഹം രാജസിംഹാസനത്തെക്കാൾ വലുത് ഈശ്വരപാദമാണെന്ന് ഭക്തിയുടെ, വിഷ്ണുഭക്തിയുടെ മഹത്തായ മഹാത്മ്യം ലോകത്തിന് കാണിച്ചു തന്ന ഒരു മഹാനായ രാജാവാണ് കുലശേഖര ആഴ്വാർ. അദ്ദേഹമാണ് രണ്ടാം ചേര സാമ്രാജ്യം സ്ഥാപിച്ചത്. തുടർന്ന് വന്നത് രാജശേഖര വർമ്മ അഥവാ ചേരമാൻ പെരുമാൾ ആണ്. ശൈവഭക്തനായ നായനാർ, സാക്ഷാത് ആദിശങ്കര ആചാര്യരുടെ സമകാലികനായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ക്ഷേത്ര സംസ്കാരത്തിന് അടിത്തറ പാകിയത് രാജശേഖരവർമ്മൻ അഥവാ ചേരമാൻ പെരുമാളായിരുന്നു. എന്നാൽ ഭരണാധികാരി എന്ന നിലയിൽ ഏറ്റവും തിളങ്ങിയത് സ്ഥാണു രവിവർമ്മയാണ്. AD 844 മുതൽ 885 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ചേര സാമ്രാജ്യത്തിൻ്റെ സുവർണകാലം എന്നിതറിയപ്പെടുന്നു. അയൽ രാജ്യമായ ചോളന്മാരുമായി അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു. വിദേശ വാണിജ്യം നിയന്ത്രിക്കാൻ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകി. തരിസാപ്പള്ളി ശാസനം നൽകിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശാസ്ത്രം, ജ്യോതിഷം, വൈദ്യം, മഹോദയപുരം അറിവിൻ്റെ നഗരമായി മാറി. ശങ്കരനാരായണൻ എന്ന പണ്ഡിതൻ ഒരു വാന നിരീക്ഷണ കേന്ദ്രം ഈ കാലഘട്ടത്തിലാണ് മഹോദയപുരത്ത് സ്ഥാപിച്ചതെന്ന് ചരിത്രരേഖകൾ കാണിക്കുന്നു. പക്ഷേ ഈ സുവർണകാലവും സമാധാന അന്തരീക്ഷവും അധികകാലം നീണ്ടു നിന്നില്ല. 11ാം നൂറ്റാണ്ടായപ്പോഴേക്കും ചോളന്മാർ അതിശക്തരായി. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ചേരനാടിനെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തി. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ നൂറ്റാണ്ട് യുദ്ധം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലെ രാജാവാണ് ഭാസ്കര രവിവർമ്മ. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ജൂതശാസനം നൽകുന്നത്. പക്ഷെ യുദ്ധം സാമ്രാജ്യത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. അവസാനത്തെ പോരാളിയായി രാമവർമ്മ കുലശേഖരൻ മഹോദയപുരത്ത് അധികാരത്തിലെത്തി. മഹോദയപുരം ചോളന്മാർ വളഞ്ഞപ്പോൾ തലസ്ഥാനം ഉപേക്ഷിച്ച് തെക്കോട്ട് കൊല്ലത്തേക്ക് മാറേണ്ടി വന്ന ഈ രാജാവ് അദ്ദേഹം തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ചാവേർപ്പടകളെ ഉപയോഗിച്ച് ഗറില്ല യുദ്ധമുറകളിലൂടെ അദ്ദേഹം സ്വരാജ്യത്തെ ചോളന്മാരിൽ നിന്ന് സംരക്ഷിച്ചു. യുദ്ധം ജയിച്ചു. പക്ഷേ സാമ്രാജ്യം നഷ്ടപ്പെട്ടു. കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം തകർന്നു. നാടുവാഴികൾ സ്വതന്ത്രരായി. അങ്ങനെ ചേര സാമ്രാജ്യം പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടു. ചേരന്മാർ പോയി. പക്ഷെ അവർ ഇവിടെ വിതച്ചത് ഇന്നും നമ്മിലുണ്ട്. തമിഴിൽ നിന്ന് വേർപെട്ട് മലയാളം എന്ന ഭാഷ ജനിച്ചത് ആ നൂറ്റാണ്ട് യുദ്ധത്തിൻ്റെ ഇടവേളകളിലാണ്. സമൂഹത്തിലെ പുരുഷന്മാർ മുഴുവനായി യുദ്ധത്തിന് പോയപ്പോൾ കുടുംബത്തിൻ്റെ അധികാരം സ്ത്രീകൾക്കായി. അങ്ങനെ മരുമക്കത്തായം എന്ന സമ്പ്രദായവും ഇവിടെ വേരുപിടിച്ചത് ഈ ചേര സാമ്രാജ്യ കാലഘട്ടത്തിലാണ്. ക്രിസ്തുമതവും ഇസ്ലാം മതവും ജൂതമതവും ഹിന്ദുമതത്തോടൊപ്പം കൈകോർത്ത് വളരുന്ന സഹിഷ്ണുതയുടെ മണ്ണായി ഈ മലയാള ഭൂമി മാറിയതും ഈ കാലഘട്ടത്തിൽ തന്നെ. പെരിയാറിൻ്റെ തീരത്ത് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ നിങ്ങൾ ചെവി ചേർത്താൽ ഇന്നും ആ പഴയ
കുതിരക്കുളമ്പടികൾ കേൾക്കാം, ചെങ്കുട്ടുവന്റെ ഗർജനം കേൾക്കാം, കുലശേഖരന്റെ പ്രാർത്ഥനകൾ കേൾക്കാം. അതെ, വില്ലവരുടെ രക്തമാണ് നമ്മുടെ സിരകളിലുള്ളത്. ചരിത്രം അവസാനിക്കുന്നില്ല, അത് നമ്മളിലൂടെ തുടരുകയാണ്. ഈ മഹത്തായ ചേര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഈ അധ്യായത്തിന് ശേഷം ചോള, പാണ്ഡ്യ, രാഷ്ട്രകൂട, ശതവാഹന, പല്ലവ തുടങ്ങിയ ഭാരതത്തിലെ വിവിധ സനാതന ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച രാജവംശങ്ങളെക്കുറിച്ചും ഈ പരമ്പര ചർച്ച ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.